ഹലോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോയാണ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴം ഹൽവയാണ്, അല്ലെങ്കിൽ നമുക്ക് നേന്ത്രപ്പഴം വരട്ടിയതോ അങ്ങനെയൊക്കെ പറയാം. നല്ല ടേസ്റ്റാണ്. ഇപ്പം നമ്മൾ ഇങ്ങനത്തെ കറുത്തിരിക്കുന്ന പഴം നമുക്ക് കഴിക്കാനൊക്കെ ഒരു മടിയായിരിക്കും. എനിക്കും മടിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഏലക്കപ്പൊടി വേണം, നെയ്യ് വേണം, പിന്നെ ശർക്കര വേണം. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇതിന് വേണ്ടി ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ഈസിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പോയാലോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ശർക്കര നമ്മൾ സിറപ്പാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൊടിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ആക്കാൻ കുറച്ച് പാടായിരിക്കും. അവിടെ നമ്മളിങ്ങനെ ഇടിക്കുന്ന എന്തെങ്കിലും കല്ലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഇടിച്ച് പൊടിച്ചതിന് ശേഷമാണ് നമ്മൾ സിറപ്പാക്കുന്നത്. അങ്ങനെ നമ്മൾ 5 ശർക്കരയും ഇതുപോലെ പൊടിച്ച് ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുക. അതാകുമ്പോഴത്തേക്കും നമുക്ക് സിറപ്പാക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ച ശർക്കരയിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ഇപ്പം അടുത്ത ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അങ്ങനെ 2 ഗ്ലാസ് വെള്ളം നമുക്കിതിന് വേണ്ടി വേണം. അതിനുശേഷം നമ്മളിത് സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തിളയ്ക്കുന്ന സമയത്ത് അത് പൊങ്ങിക്കളയും. ഇതുപോലെ ശർക്കര തിളച്ചതിന് ശേഷം നമ്മളത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ പഴമെല്ലാം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നല്ല ഫൈനായിട്ട് നമ്മൾ പേസ്റ്റാക്കി എടുക്കണുണ്ട്. ബാക്കിയുള്ള എല്ലാ പഴം ഇതുപോലെ തന്നെ ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഫൈനലായിട്ട് മിക്സിയിട്ട് അടിച്ചെടുത്ത ബനാനയുടെ ഒരു പേസ്റ്റ്. ഈ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് നമുക്കത് ഫില്ലാക്കി വയ്ക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത് നിറച്ചും ഈ ഒരു അളവിനും പിന്നെ ഇത്രയും നമുക്ക് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കുന്ന സമയത്തിടും. അതിനുശേഷം നമ്മൾ നമ്മുടെ ശർക്കര അരിച്ചെടുക്കണം. കാരണം അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അരിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഇടുന്ന സമയത്ത് നമുക്കൊരു ടേസ്റ്റ് കാണില്ല. അപ്പോൾ നമ്മൾ ഫൈനായിട്ട് അരിച്ചെടുക്കുക. ഇത് തണുക്കേണ്ട ആവശ്യമില്ല. തണുത്ത കുറച്ച് കട്ടിയായിപ്പോൾ അതുകൊണ്ട് നമ്മൾ ചൂടോടെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് പോകാം. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. ഈ പഴം ഇങ്ങനെ പേസ്റ്റാക്കി അരച്ചതും പിന്നെ ശർക്കര പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച സാധനങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന പാത്രം. ഈ ഉരുളിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിലോട്ട് നമ്മൾ ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പഴം ഉണ്ടല്ലോ, മിക്സിയിലിട്ട് അടിച്ചേക്കുന്ന പഴം ഉണ്ടല്ലോ, അത് നമ്മൾ ഈ ഉരുളിയിലോട്ട് ഒഴിക്കുകയാണ്. നമ്മൾ ആ ഒരു ബൗളിൽ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മൊത്തം ഒഴിച്ചു. ഇനി ഒഴിക്കാൻ പോകുന്നത് നമ്മൾ മിക്സിയിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒഴിക്കുകയാണ്. നമ്മൾ ഫുൾ പഴം എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇളക്കുന്നത് വിട്ടാൽ ചിലപ്പം അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്.
അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഇനി നമ്മൾ കുറച്ച് ശർക്കര ഒഴിക്കുന്നുണ്ട്. ശർക്കര നമ്മൾ മധുരത്തിനനുസരിച്ചാണ് ഒഴിക്കുന്നത്. കാരണം പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിൽ ശർക്കരയും കൂടെ ഒഴിക്കുമ്പോൾ നല്ല മധുരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ മധുരം അനുസരിച്ച് കുറച്ച് ഇടയ്ക്ക് ആഡ് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അത്രയും ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് നമ്മൾ മധുരത്തിനനുസരിച്ചേ ഉള്ളൂ. കാരണം പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു ഏലക്ക ഉണ്ടല്ലോ, ഏലക്കയും കൂടി ഇട്ട് കൊടുക്കുക. അത് ഇട്ടതിന് ശേഷം നമ്മൾ പിടുത്തം പോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇളക്കുന്ന വിട്ടാൽ അടി പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഫസ്റ്റ് കാണിച്ച നെയ്യിനെക്കാട്ടിയും കുറച്ചുകൂടി നെയ്യ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കാണിച്ചില്ല എന്നേ ഉള്ളൂ. ഇനി ബാക്കിയുണ്ടായിരുന്ന ഏലക്കപ്പൊടിയും കൂടെ ഫുൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ആദ്യത്തെക്കാട്ടി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റാം. ഇനി നമ്മളത് ഒരു മോൾഡിലോട്ട് മാറ്റുന്നതിന് മുമ്പായിട്ട് ആദ്യം നമ്മൾ എണ്ണയോ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അത് വയ്ക്കാവോ, അല്ലെങ്കിൽ നമുക്കത് എടുക്കാൻ പാടായിരിക്കും. അങ്ങനെ നമ്മളിത് ഈ മോൾഡിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ഇന്ന് തന്നെ എടുക്കില്ല, ഒരു ദിവസം കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ. അപ്പം ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ ഇത് മുറിക്കുന്നതാണ് കാണുന്നത്. ആ സമയത്തിന് നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. എടുക്കാനും നല്ല ഈസി ആയിരുന്നു. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിരുന്നു, അതുപോലെ തന്നെ മുറിക്കാൻ നല്ല ഈസി ആയിരുന്നു.
ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.